നിറം മിടിച്ചവർ തുടങ്ങുന്നു പ്രധാന വാർത്തകളിലേക്ക്. ദുബായ് ആരോഗ്യ വകുപ്പിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ പ്രാഥമിക കോടതി ശിക്ഷിച്ച മലയാളി ജീവനക്കാരനെ ദുബായ് അപ്പീൽ കോടതി വെറുതെ വിട്ടു. മോചിതനായത് മലപ്പുറം സ്വദേശിയായ സജിൻ മുഹമ്മദ്. സ്വർണവുമായി മുങ്ങിയ കേസിൽ മലയാളിക്ക് ദുബായിൽ 2 വർഷത്തെ കഠിന തടവ്. സൗദിയിൽ ഏകീകൃത വാടക സംവിധാനം നിലവിൽ വരുന്നു. വാടക കെട്ടിടങ്ങൾക്ക് നിർബന്ധ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. വാടക സേവനങ്ങൾക്ക് ദേശീയ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് അടുത്ത ജനുവരിയോടെ. വിശദമായ വാർത്തകളിലേക്ക്. ദുബായ് ആരോഗ്യ വകുപ്പിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ പ്രാഥമിക കോടതി ശിക്ഷിച്ച മലയാളി ജീവനക്കാരനെ ദുബായ് അപ്പീൽ കോടതി വെറുതെ വിട്ടു. മലപ്പുറം സ്വദേശിയായ സജിൻ മുഹമ്മദിനെയാണ് ആരോപിക്കപ്പെട്ട മുഴുവൻ കേസുകളിലും കോടതി കുറ്റവിമുക്തനാക്കിയതെന്ന് നിയമകാര്യ സ്ഥാപനമായ ബിൻ ഈദ് അഡ്വക്കേറ്റ്സ് അറിയിച്ചു. ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം പണമിടപാടിൽ വീഴ്ച വരുത്തി അഴിമതി കാണിച്ചു എന്നായിരുന്നു കേസ്. നേരത്തെ ഈ കേസിൽ 3 മാസം തടവും 1000 ദിർഹം പിഴയും നാടുകടത്തലും പ്രാഥമിക കോടതി വിധിച്ചിരുന്നു. എന്നാൽ അപ്പീൽ കോടതിയിൽ സജിന് നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞുവെന്ന് അഭിഭാഷകരായ അബ്ദുൽ കരീം, അഹമ്മദ് ബിൻ ഈദ്, അഡ്വക്കേറ്റ് സജി കുര്യാക്കോസ് എന്നിവർ പറഞ്ഞു. ഏകദേശം 50 ലക്ഷം രൂപയുടെ സ്വർണവുമായി മുങ്ങിയ കേസിൽ മലയാളിക്ക് ദുബായിൽ 2 വർഷത്തെ കഠിന തടവ്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് സ്വദേശി ജുനൈദിനെയാണ് ദുബായ് കോടതി 2 വർഷത്തെ കഠിന തടവിന് വിധിച്ചത്. ശിക്ഷ അനുഭവിച്ച ശേഷം നാട് കടത്താനും ഉത്തരവിട്ടു. കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് കേസിനാസ്പദമായ സംഭവം. മറ്റൊരാൾക്ക് കൈമാറാൻ ഏൽപ്പിച്ച 2.7 ലക്ഷം ദിർഹമിന്റെ സ്വർണവുമായി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾ പിന്തുടർന്ന് നവംബർ 20-നാണ് ദുബായ് പോലീസ് ഇയാളെ പിടികൂടിയത്. സമാനമായ മറ്റൊരു കേസിലും ഇയാൾ പ്രതിയാണ്. കേസിൽ കോഴിക്കോട് നല്ലണം സ്വദേശിയുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട UAE തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തന്റെ പേരിൽ അജ്ഞാതരെടുത്ത മൊബൈൽ കണക്ഷനുകൾ ദുബായിൽ മലയാളി യുവാവിനെ വേട്ടയാടുന്നു. താൻ അറിയാതെ ആരോ ഉപയോഗിച്ച 4 കണക്ഷനുകൾക്ക് 1.25 ലക്ഷത്തോളം രൂപ ബില്ലടയ്ക്കേണ്ട ഗതികേടിലാണ് ഈ തൃശൂർ സ്വദേശി. തൃശൂർ കുന്നംകുളം സ്വദേശി രഞ്ജിത്തിന്റെ പേഴ്സ് കഴിഞ്ഞ വർഷം നവംബറിൽ ദുബൈയിലെ അൽക്കുസിൽ വെച്ച് ആരോ പോക്കറ്റടിച്ചു. തിരിച്ചറിയൽ രേഖയായ എമിറേറ്റ്സ് ഐഡിയും അന്ന് നഷ്ടപ്പെട്ടു. ഇക്കാര്യം കമ്പനിയിൽ അറിയിച്ച് ആഴ്ചകൾക്കകം പുതിയ ID സ്വന്തമാക്കി. 2 മാസം നാട്ടിൽ അവധിക്ക് പോയി മാർച്ചിൽ തിരിച്ചു വന്നപ്പോൾ ടെലികോം കമ്പനിയായ ഡൂവിൽ നിന്ന് ഫോൺ കോൾ. 2 പോസ്റ്റ്പെയ്ഡ് കണക്ഷനുകളുടെ 3748 ദിർഹം ബില്ലടയ്ക്കണമെന്ന്. ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പേ ടെലികോം കമ്പനിയായ ഇത്തിസലാത്തിൽ നിന്നും അറിയിപ്പെത്തി 5600 ദിർഹം ബില്ലടയ്ക്കാൻ. വ്യാജ സാലറി സർട്ടിഫിക്കറ്റാണ് കണക്ഷനുകൾക്ക് ഹാജരാക്കിയിരിക്കുന്നത്. 4 പോസ്റ്റ്പെയ്ഡ് കണക്ഷനുകളിൽ നിന്നായി ഇറ്റലി, ജർമ്മനി തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കോൾ പോയിരിക്കുന്നത്. എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ട വിവരം പോലീസിൽ നേരത്തെ അറിയിക്കാത്തതിനാൽ പോലീസും രഞ്ജിത്തിന്റെ പരാതി സ്വീകരിച്ചിട്ടില്ല. എൻ്റെ ID മിസ്സായതിൻ്റെ ശേഷം കംപ്ലൈൻറ്റ് ചെയ്തില്ല. അതാണ് അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇത്രയും ടൈമായി ഞാൻ വെക്കേഷനായി നാട്ടിൽ പോയതിൻ്റെ. സംഭവത്തിൽ ദുരൂഹതകൾ നിരവധിയാണ്. ഫോൺ ഉപയോഗിച്ചതാകട്ടെ രഞ്ജിത്ത് നാട്ടിലുള്ള സമയത്തുമാണ്. പക്ഷേ ഈ തെളിവുകൾ സ്വീകരിക്കാൻ ടെലികോം കമ്പനികൾ തയ്യാറല്ല. മാസങ്ങളായി ഈ ബില്ലുകൾ രഞ്ജിത്തിനെ വേട്ടയാടുകയാണ്. ഒന്നുകിൽ തട്ടിപ്പുകാരെ കണ്ടെത്തണം, അല്ലെങ്കിൽ തുക എഴുതിത്തള്ളാൻ ടെലികോം കമ്പനികൾ തയ്യാറാകണം. ദുബായ് നിവാസികൾക്ക് രഞ്ജിത്തിന്റെ അനുഭവം ഒരു പാഠമാണ്. ക്യാമറ പേഴ്സൺ ബിനുവേസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വാടകയ്ക്ക് നൽകുന്ന കെട്ടിടങ്ങൾക്ക് നിർബന്ധ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് സൗദി ഭവന മന്ത്രാലയം അറിയിച്ചു. ഈജാർ എന്ന പേരിൽ വാടക സേവനങ്ങൾക്ക് ദേശീയ ഇലക്ട്രോണിക് നെറ്റ്വർക്ക് അടുത്ത ജനുവരി ആദ്യത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തുടനീളം ഏകീകൃത വാടക സംവിധാനം നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിൽ കരാർ ഒപ്പുവെക്കുന്ന സമയത്താണ് ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. താമസമൊഴിയുമ്പോൾ വൈദ്യുതി, വെള്ളം തുടങ്ങിയ ബില്ലുകൾ അടയ്ക്കാത്തതിന് പേരിലുണ്ടാകുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത്. വിവിധ ഘട്ടങ്ങളായാണ് ഈജാർ നെറ്റ്വർക്ക് സംവിധാനം നടപ്പിലാക്കുക. സ്ഥാപനങ്ങൾക്ക് കാര്യങ്ങൾ ശരിയാക്കാനും സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും സമയമുണ്ടാകും. നിബന്ധനകൾ പൂർത്തിയാക്കിയവർക്ക് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിന് 3 മാസം വരെ സമയം അനുവദിക്കും. 2ാം ഘട്ടത്തിൽ വാടക കരാറുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താനാവുന്നതടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. വാടക രംഗത്തെ കള്ളക്കളികളും അമിത വാടക ഈടാക്കുന്നതും തടയാൻ ഇത് സഹായിക്കും. അതോടൊപ്പം നടപടികൾ എളുപ്പമാക്കാനും കെട്ടിട ഉടമക്കും വാടകക്കാരനും തമ്മിലുള്ള വിശ്വാസ്യത ഉറപ്പിക്കാനും പുതിയ സംവിധാനം സഹായിക്കുമെന്ന് ഹൗസിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ വാടക താമസ മേഖലയെ ഏകീകരിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ പദ്ധതിയെന്ന് ഈജാർ നെറ്റ്വർക്ക് പദ്ധതി മേധാവി എഞ്ചിനീയർ അബ്ദുറഹ്മാൻ അൽസമാരി പറഞ്ഞു. ആവശ്യക്കാർക്ക് വ്യത്യസ്ത നിലവാരത്തിലും വാടകയിലുമുള്ള താമസ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും ഇതിലൂടെ സാധിക്കും. മീഡിയ 1,
ജിദ്ദ. UAE സ്വന്തം രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ 86% പ്രവാസികളും അഭിമാനിക്കുന്നുവെന്ന് സർവേ. UAE മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നുവെന്നും വലിയ ജോലി സാധ്യത നൽകുന്നുവെന്നും സുരക്ഷയൊരുക്കുന്നുവെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. 45ാം UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആഗോള പണവിനിമയ കമ്പനിയായ എക്സ്പ്രസ് മണിയാണ് സർവേ നടത്തിയത്. എപ്പോഴും UAEയിൽ തന്നെ ജീവിക്കുന്നില്ലെങ്കിലും 38% പ്രവാസികളും UAE സ്വന്തം രാജ്യമായി തന്നെ കണക്കാക്കുന്നു. വലിയ സുരക്ഷിതത്വം അനുഭവിക്കുന്നതിനാലാണ് ഇതെന്നും അവർ വ്യക്തമാക്കുന്നു. UAEയിൽ ഗുണമേന്മയേറിയ ജീവിതം ലഭിക്കുന്നുവെന്നും UAEയിലെ 4/1 പ്രവാസികളും കരുതുന്നു. 27% ഇവിടുത്തെ സാംസ്കാരിക വൈവിധ്യത്തെയും തൊഴിൽ സാധ്യതാ സാഹചര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നു. UAEയിൽ ജനിച്ചു വളരുന്ന പ്രവാസികളുടെ മക്കൾ അവരുടെ മാതൃരാജ്യമായി തന്നെ UAE കണക്കാക്കുന്നുവെന്ന് സർവേ വ്യക്തമാക്കുന്നു. 70% വിദേശികളും UAEയിൽ എത്തുന്നത് തൊഴിൽ തേടിയാണ്. ബന്ധുക്കൾ UAEയിൽ ഉള്ളതിനാൽ എത്തുന്നവരാണ് 20%. തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ UAE സഹായിച്ചുവെന്ന് 47% വിശ്വസിക്കുന്നു. തങ്ങളുടെ ജോലിയിലുണ്ടായ ഉയർച്ചയ്ക്ക് 18% പേർ UAEയെ പ്രശംസിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7.8 കോടി ജനങ്ങൾ UAEയിൽ വസിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. പുതുവർഷാരംഭ ദിനമായ ജനുവരി 1 ഔദ്യോഗിക അവധിയായി UAE സർക്കാർ പ്രഖ്യാപിച്ചു. ഫെഡറൽ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും ഫെഡറൽ അതോറിറ്റി ഇത് സംബന്ധിച്ച് സർക്കുലർ അയച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ജനുവരി 1 ശമ്പളത്തോടു കൂടിയ അവധി ദിനമായിരിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയവും അറിയിച്ചു. 1980 ഫെഡറൽ നിയമം 8 വകുപ്പ് 74 പ്രകാരമാണ് മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ വകുപ്പ് മന്ത്രി സഖർ ബിൻ ഗോബാഷ് സയ്യിദ് ഗോബാഷ് സ്വകാര്യ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചത്. ദുബായ് എമിറേറ്റിൽ പ്രവർത്തിക്കുന്ന 288 ഹൈപ്പർ മാർക്കറ്റുകളിലും ഭക്ഷ്യ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ നിർദ്ദേശം. എക്സ്പോ 2020 മുന്നോടിയായി എല്ലാ മേഖലയിലും ലോകനിലവാരം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. 2017 ജനുവരി മുതലാണ് നിർദ്ദേശം പ്രാബല്യത്തിൽ വരിക. യാതൊരുവിധ മാലിന്യങ്ങളും കടന്നുകൂടിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ വസ്തുക്കൾ വിൽപ്പന നടത്താൻ സാധിക്കൂ. 6 മാസത്തിനുള്ളിൽ ഇവ പൂർണ്ണമായി നടപ്പാക്കണം. ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം സന്ദർശിച്ച് നടപ്പാക്കേണ്ട നടപടികളെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചതായി ദുബായ് ഭക്ഷ്യപരിശോധനാ വിഭാഗം മേധാവി വ്യക്തമാക്കി. സ്ഥാപനങ്ങളിൽ ഗുണമേന്മ പരിശോധകന്റെ സേവനം ദിവസം പൂർണ്ണമായും ലഭ്യമാകണം. എക്സ്പോ 2020 പ്രമാണിച്ച് ദുബൈയിൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനയും നടപടിക്രമങ്ങളും ഉറപ്പാക്കുന്നത്. ഗുണമേന്മയില്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സഞ്ചാരികൾക്കും നാടിനും ഏറെ പ്രയാസം സൃഷ്ടിക്കും. അടുത്ത വർഷം ജൂലൈയിലും നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഹൈപ്പർ മാർക്കറ്റുകൾക്ക് നോട്ടീസ് നൽകും. ഗുണമേന്മയില്ലാത്തതായി എണ്ണപ്പെടുന്നത് സ്ഥാപനത്തെ സാരമായി ബാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ദുബായ് നഗരസഭ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദുബായ്. മനുഷ്യക്കടത്തിന് ഇരയാകുന്നവർക്ക് എളുപ്പത്തിൽ സഹായമെത്തിക്കുന്നതിന് ബഹ്റൈനിൽ പുതിയ സംവിധാനം വരുന്നു. നാഷണൽ റഫറൽ മെക്കാനിസം എന്ന പേരിലാണ് രാജ്യത്ത് പരിഷ്കാരം നടപ്പിലാക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി മനുഷ്യക്കടത്തിരകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഉസാമ അൽ അബ്സി പറഞ്ഞു. മനുഷ്യക്കടത്ത് സംബന്ധമായ കേസുകളുള്ള നിരീക്ഷണം ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ പ്രമുഖ ബാങ്കുകളായ റയ്യാൻ ബാങ്ക്, ബർവ ബാങ്ക്, ഖത്തർ ഇന്റർനാഷണൽ ബാങ്ക് എന്നിവ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. 3 ബാങ്കുകളും ഒരു കുടക്കീഴിൽ ഒറ്റ ബാങ്കായി പ്രവർത്തിക്കാനാണ് ആലോചിക്കുന്നത്. ഇതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ഇസ്ലാമിക ശരീഅത്ത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മധ്യേഷ്യയിലെ 3ാമത് ഏറ്റവും വലിയ ബാങ്കായിരിക്കും ഇതെന്ന് സാമ്പത്തിക നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. ബാങ്കിംഗ് മേഖലയിൽ വലിയ കുതിപ്പിന് ഈ തീരുമാനം കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജുവൈസയിൽ നിർമ്മിച്ച പുതിയ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്ത് നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടത്തിൽ 160 ക്ലാസ് മുറികളുണ്ടാകും. 6000 കുട്ടികൾക്ക് തുടക്കത്തിൽ പ്രവേശനം നൽകാൻ കഴിയുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വയ്യ റഹീമും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് 7-ന് ഷാർജ എക്സ്പോ സെന്ററിൽ വിപുലമായ ഉദ്ഘാടന യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. കെ മുരളീധരൻ MLAയും ചടങ്ങിൽ സംബന്ധിക്കും. 22-ന് പുലർച്ചെ UAEയിലെത്തുന്ന മുഖ്യമന്ത്രി രാവിലെ 10-ന് എമിറേറ്റ്സ് ടവറിൽ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കും. അടുത്ത ദിവസം മാധ്യമപ്രവർത്തകരെ കാണും. ചാനലിന്റെ അവാർഡ് ദാന ചടങ്ങിലും രാത്രി പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് സൂചന. മീഡിയ 1 ദുബായ്. നവോദയ 27ാം കേന്ദ്ര സമ്മേളനം ജിദ്ദയിൽ നടന്നു. അടുത്ത 2 വർഷത്തേക്കുള്ള കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു.
കുടുംബവേദി അംഗങ്ങളുടെ സ്വാഗതഗാനത്തോടെയാണ് നവോദയ 27ാം കേന്ദ്ര സമ്മേളന നടപടികൾ ആരംഭിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ EMS നഗറിൽ നടന്ന സമ്മേളനം റിയാദ് കേളി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി വള്ളിക്കുന്നം ഉദ്ഘാടനം ചെയ്തു. നോട്ട് നിരോധന പ്രതിസന്ധിയിൽ ജനജീവിതം ദുസ്സഹമാകുമ്പോൾ പരിഹാരം കാണാൻ കഴിയാതെ മോഡി സർക്കാർ സ്തംഭിച്ചു നിൽക്കുകയാണെന്നും എന്നാൽ ക്രിയാത്മക പ്രതിപക്ഷമാവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ശക്തമായ നിലപാടുകളുമായി LDF സർക്കാർ മുന്നോട്ടു പോകുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രവാസിക്ഷേമം, പുനരധിവാസം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. രതീഷ് പൊന്നാനി രക്തസാക്ഷി പ്രമേയവും സുരേഷ് പയ്യന്നൂർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കേളി റിയാദ്, പ്രതിഭ നജറാൻ, ജല ജസാൻ, അസീർ പ്രവാസി സംഘം അബഹ എന്നീ കമ്മിറ്റി പ്രതിനിധികൾ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. അടുത്ത 2 വർഷത്തേക്കുള്ള ജിദ്ദ നവോദയ ഭാരവാഹികളായി മുഖ്യരക്ഷാധികാരി VK റൌഫ്, പ്രസിഡന്റ് ഷിബു തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി നവാസ് വെമ്പായം, ട്രഷറർ മജീദ് കോഴിക്കോട് എന്നിവരെയും വിവിധ ഉപസമിതി അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അബ്ദുറഹിമാൻ വണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ മാവേലിക്കര സ്വാഗതവും റഫീഖ് പത്തനാപുരം നന്ദിയും പറഞ്ഞു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ജിദ്ദയിലെ അൽ ഹയാത്ത് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ VK അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗങ്ങളിലായി നടന്ന മേളയിൽ വ്യത്യസ്ത മേഖലകളിലെ 100ലധികം ചലന നിശ്ചല മാതൃകകൾ പ്രദർശിപ്പിച്ചു. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധി യഹ്യ അഹമ്മദ് അൽ ഷേലാനി മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ ഫഹദ് അബ്ദുല്ല അൽ മുത്തൈറി, പ്രിൻസിപ്പൽ അൻവർ ഷാജ വെങ്ങാശ്ശേരി, കോർഡിനേറ്റർ ഇബിൻ ഷെരീഫ് എന്നിവരും പങ്കെടുത്തു. വേൾഡ് മലയാളി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ റിയാദിലും തുടക്കം കുറിച്ചു. റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രഖ്യാപനം ഷിയാബ് കോട്ടുകാട് നിർവഹിച്ചു. പ്രസിഡന്റ് സ്റ്റാൻലി ജോസ് അധ്യക്ഷത വഹിച്ചു. എയർ ഇന്ത്യ സീനിയർ മാനേജർ കുന്ദൻലാൽ കൊത്തുവാൾ ലോഗോ പ്രകാശനം ചെയ്തു. ജെയിംസ് മാവേലി ആദ്യ അംഗത്വം ഏറ്റുവാങ്ങി. ഇബ്രാഹിം സുബ്ഹാൻ, ലത്തീഫ് തെച്ചി, സാമുവൽ, നൂറുദ്ദീൻ കൊട്ടിയം, നാസർ കല്ലറ, സത്താർ കായംകുളം, സാജു ജോർജ്, നവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. സിദ്ദീഖ് കല്ലൂപ്പറമ്പിൽ സ്വാഗതവും നാസർ ലൈസ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുജാഹിദ് ലയനത്തിന് തുടക്കം കുറിച്ച് കോഴിക്കോട് കടപ്പുറത്ത് ഐക്യ മഹാസമ്മേളനം നടന്നു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IS-നെ സലഫികളുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യത്തിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് മുജാഹിദ് പ്രവർത്തകരാണ് കോഴിക്കോടെത്തിയത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പുതിയ കരുത്തു പകരുന്നതായിരുന്നു ഐക്യസമ്മേളനം. 14 വർഷം അകന്നുനിന്ന നേതാക്കന്മാരും പ്രവർത്തകരും സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തി. ഐക്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു നേതാക്കളുടെ പ്രസംഗങ്ങൾ. എന്നാണോ നാം പിരിഞ്ഞുപോയത്, അന്നു മുതൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു, എന്നാണ് ഇതൊന്നാവുക. എനിക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കാത്ത ഒരു നേതൃത്വവും മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. ആർക്കെതിരെയും ഇഷ്ടം പോലെ UAPA ചുമത്തുന്ന സാഹചര്യമാണ് കേരളത്തിലടക്കം നിലവിലുള്ളതെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇഷ്ടം പോലെ ഇവിടെ UAPA ചുമത്തുന്നുണ്ട്, ഇന്ത്യയിൽ ചുമത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അതൊരു ക്രൂര വിനോദമായി ഇവിടുത്തെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ആദർശപരവും സംഘടനാപരവുമായ കാരണങ്ങളാൽ 2002-ലാണ് KNM പിളർന്നത്. 1 വർഷമായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ലയനം. ഐക്യസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സംയുക്ത കൗൺസിലിൽ KNM-ന്റെയും പോഷക സംഘടനകളുടെയും പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചിരുന്നു. പ്രസിഡന്റായി TP അബ്ദുള്ള കോയ മദനിയെയും ജനറൽ സെക്രട്ടറിയായി PP ഉണ്ണീൻകുട്ടി മൗലവിയെയും തെരഞ്ഞെടുത്തു. മീഡിയ 1 കോഴിക്കോട്. ജമാഅത്തെ ഇസ്ലാമി ആദ്യകാല അംഗവും കോതപ്പറമ്പ് പ്രാദേശിക ജമാഅത്ത് അമീറുമായ തോപ്പിൽ അബ്ദുല്ല മൗലവി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു. എറിയാട് വിമൻസ് അറബിക് കോളേജിൽ ദീർഘകാലം അധ്യാപകനും വൈസ് പ്രിൻസിപ്പലുമായിരുന്നു. ഖബറടക്കം നാളെ 11:30 കോതപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഖത്തർ ദേശീയ ദിനത്തിൽ വെളിച്ചം വെളിയങ്കോടും ബ്ലഡ് ഡോണേഴ്സ് കേരള ഖത്തർ ചാപ്റ്ററും ചേർന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഏഷ്യൻ ടൗണിലെ വെസ്റ്റ് എൻഡ് പാർക്കിൽ വെച്ച് നടന്ന ക്യാമ്പിന് രക്ഷാധികാരി അഡ്വക്കേറ്റ് നിസാർ കോച്ചേരിയും വെളിച്ചം വെളിയങ്കോട് പ്രവർത്തകരും നേതൃത്വം നൽകി. കൊണ്ടോട്ടി EMA കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഉസീമിയ ജിദ്ദ ചാപ്റ്റർ സംഘടിപ്പിച്ച സംഗമം അബൂബക്കർ അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇസ്മായിൽ മരുതേരി മുഖ്യ പ്രഭാഷണം നടത്തി. നാസർ ഇത്താക്ക, KNA ലത്തീഫ്, ബഷീർ തൊട്ടിയൻ, KT മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഹമീദ് കരിമ്പിലാക്കൽ സംഗീത ദൃശ്യാവിഷ്കാരം നടത്തി. കരീം മാവൂർ, ആശാ ഷിജു, ഷിയാബ്, ഫൈസൽ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. സംഗമത്തിൽ റിയാദ്, യാംബു, മക്ക തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു.
ഖത്തറിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികളുടെ വിജ്ഞാനങ്ങളും കഴിവുകളും വികസിപ്പിക്കുന്നതിന് കൾച്ചറൽ ഫോറം ഖത്തർ വേദിയൊരുക്കുന്നു. ഡിസംബർ 23 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ബർവ വില്ലേജിൽ കൾച്ചറൽ ഫോറം സ്കിൽ അപ്ഗ്രഡേഷൻ മീറ്റ് സംഘടിപ്പിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ഫിനാൻസ്, അക്കൌണ്ടിംഗ്, അഡ്മിൻ, HR, IT, എഞ്ചിനീയറിംഗ്, ജനറൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ കഴിവുകൾ വികസിപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർക്കാണ് പരിപാടി. താൽപ്പര്യമുള്ളവർ cfqatar.org എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. റിയാദിലെ മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മജീദിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മഹാത്മാ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഷാനവാസ് മുനമ്പത്ത്, സജി കായംകുളം, ഷാജിലാൽ, ഉബൈദ് എടവണ്ണ, സത്താർ കായംകുളം എന്നിവർ സംസാരിച്ചു. ബിന്ദു സാബു ചിട്ടപ്പെടുത്തിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അബിജോയുടെ നേതൃത്വത്തിൽ ഗാനമേളയും നടന്നു. നോർക്ക ഹെൽപ്പ് ഡെസ്കും ഒരുക്കിയിരുന്നു. ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും സാദിഖ് നന്ദിയും പറഞ്ഞു. കായികക്ഷമത മനുഷ്യ നന്മയ്ക്ക് എന്ന സന്ദേശവുമായി യൂത്ത് ഇന്ത്യ ബഹ്റൈനിൽ സംഘടിപ്പിച്ച പ്രവാസി സ്പോർട്സ് സമാപിച്ചു. 100 കണക്കിന് പ്രവാസികളാണ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 4 വർഷങ്ങളിലായി ബഹ്റൈനിൽ സംഘടിപ്പിച്ചു വരുന്ന യൂത്ത് ഇന്ത്യ ഫുഡ് സിറ്റി പ്രവാസി സ്പോർട്സിൽ വിവിധ കായിക മത്സരങ്ങളിലായി ഇത്തവണ നിരവധി പ്രവാസികളാണ് പങ്കെടുക്കാനെത്തിയത്. 1500 മീറ്റർ ഓട്ടമത്സരത്തോടെയായിരുന്നു അത്ലറ്റിക് മത്സരങ്ങളുടെ തുടക്കം. വ്യക്തിഗത ഇനങ്ങളായ 100 മീറ്റർ, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ബോൾ ബാസ്കറ്റിംഗ്, ക്രിക്കറ്റ് ബൗളിംഗ് എന്നിവയും നടന്നു. 40 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള മത്സരം, കുട്ടികൾക്കായി കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ വിഭാഗത്തിലുള്ള മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. ലേബർ ക്യാമ്പുകളിൽ നിന്നും വിവിധ തൊഴിലിടങ്ങളിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തായിരുന്നു പ്രവാസികളുടെ കായികമേളയിലെ പങ്കാളിത്തം. രാജ്യത്തെ പ്രമുഖ ടീമുകൾ പങ്കെടുത്ത വോളിബോൾ മത്സരത്തിൽ കടത്തനാട് വോളി സ്പൈക്കേഴ്സിനെ പരാജയപ്പെടുത്തി ഫുഡ് സിറ്റി തിരുവിതാംകൂർ ജേതാക്കളായി. ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളും 16 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ വടംവലി മത്സരവും നടന്നു. പരിപാടികൾക്ക് രക്ഷാധികാരി ജമാലിരിങ്ങൽ, യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് ബിൻഷാദ് പിണങ്ങോട്, ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ, പ്രോഗ്രാം കൺവീനർ VK അനീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഗൾഫിലെയും ഇന്ത്യയിലെയും ആരോഗ്യ പരിപാലന രംഗത്തെ മികച്ച സ്ഥാപനമായ VPS ഹെൽത്ത് കെയറിന് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ പേരിലുള്ള ഗവൺമെന്റ് അവാർഡ് ലഭിച്ചു. ഷെയ്ഖ് ഖലീഫ എക്സലൻസ് അവാർഡ് എന്ന പേരിലുള്ള പുരസ്കാരം UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ സമ്മാനിച്ചു. VPS ഹെൽത്ത് കെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സംഷീർ വയലിൽ അവാർഡ് ഏറ്റുവാങ്ങി. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കും മാതൃകാപരമായ സേവനങ്ങൾക്കുമാണ് അംഗീകാരം. VPS ഗ്രൂപ്പിന് ചുവടെയുള്ള സംരംഭമായ LLH ഹോസ്പിറ്റലിന്റെ അബുദാബി മുസഫ ആശുപത്രിയാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി ഇത് 5ാം വർഷമാണ് VPS ഗ്രൂപ്പ് ഷെയ്ഖ് ഖലീഫ അവാർഡ് നേടുന്നത്. ഈ അംഗീകാരം വലിയ പ്രോത്സാഹനമായി കാണുന്നുവെന്നും എല്ലാവർക്കും മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ സംഷീർ വയലിൽ പറഞ്ഞു. ഓങ്കോളജി ഹോസ്പിറ്റൽ അതിൻ്റെ പണി ഇപ്പം നല്ല സ്പീഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു GCC തന്നെ ഒരേ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ആയിട്ട് അത് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ടൂറിസവും അതുമാതിരി ഈ ചുറ്റുപറ്റത്തുള്ള എല്ലാ GCC രാജ്യങ്ങളിലും അത് വന്നിട്ട് അതിൻ്റെ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു പ്രൊജക്റ്റാണ്. അബുദാബി മേഖലയിലെ വാണിജ്യ വ്യാപാര മേഖലയിൽ മികവ് തെളിയിക്കുന്നവരെ ആദരിക്കാനായി അബുദാബി ചേംബറാണ് എക്സലൻസ് അവാർഡ് ഏർപ്പെടുത്തിയത്. മീഡിയ 1, അബുദാബി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ സഫാരി മാളിൽ കേക്ക് ഫെസ്റ്റിവൽ തുടങ്ങി. പലതരം കേക്കുകളുടെ വിപുലമായ ശേഖരമൊരുക്കിയ ഫെസ്റ്റിവൽ ഒരാഴ്ച നീണ്ടുനിൽക്കും. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ മണപ്പാട്ട്, ഡയറക്ടറും ജനറൽ മാനേജറുമായ സൈനുൽ ആബിദീൻ എന്നിവർ ചേർന്ന് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ രുചികളിലുള്ള പലതരം കേക്കുകളാണ് ഫെസ്റ്റിവൽ സമയത്ത് സഫാരി പരിചയപ്പെടുത്തുന്നത്. റീറ്റെയിൽ വിൽപ്പന രംഗത്തെ പ്രമുഖരായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ GCCയിലെ 47ാമത് ശാഖ റിയാദ് പ്രവിശ്യയിലെ ഷഗ്രയിൽ പ്രവർത്തനം തുടങ്ങി. ഷഗ്രയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പൗരപ്രമുഖരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി. നെസ്റ്റോ ഗ്രൂപ്പിന്റെ സൗദിയിലെ 8ാമത്തെ ശാഖയാണ് ഷഗ്രയിലേത്. കിങ് സൗദ് റോഡിലെ അൽ ബസാത്തിൻ മാളിൽ വിശാലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഷക്ര ഗവർണർ മുഹമ്മദ് സൗദ് അൽ ഹിലാൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള മുഹമ്മദ് അൽ കാസിം, ഷക്ര പോലീസ് മേധാവി കേണൽ ഫഹദ് അൽ യഹിയ, സിവിൽ ഡിഫൻസ് മേധാവി കേണൽ അബ്ദുറഹ്മാൻ അൽ മൊജാലി, ഷക്ര മേയർ എഞ്ചിനീയർ അബ്ദുള്ള അൽ ഹർബി, അലി അൽ സുബൈ, റായിദ് അൽ സാബ്, നെസ്റ്റോ ഡയറക്ടർമാരായ KP നൌഫൽ, സിദ്ദീഖ് കോറോത്ത്, മുഹമ്മദ് അൽ ഹർബി, മുഹമ്മദ് കോറോത്ത്, KA നാസർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.
ലോകോത്തര നിലവാരത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരത്തോടെയാണ് 3500 സ്ക്വയർ മീറ്ററിൽ പുതിയ ശാഖ ഒരുക്കിയത്. പഴം, പച്ചക്കറി, ഗ്രോസറി, ഫ്രഷ് മീറ്റ്, മത്സ്യം, ഗൃഹോപകരണങ്ങൾ, സ്റ്റേഷനറി, പ്ലാസ്റ്റിക്സ് തുടങ്ങിയവയുടെ വൈവിധ്യങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലെത്തിക്കുന്ന നെസ്റ്റോ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. സൗദി അറേബ്യയിൽ അൽറാസ്, അൽഹസ, ബുറൈദ, മജ്മ എന്നിവിടങ്ങളിൽ ഉടൻ തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. ഇതോടെ മിനി ചവറയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.